വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് തയ്യാറാക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൈപ്പിംഗ് ബാഗോ ബീറ്ററോ നോസിലോ ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കണം. കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കന് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. 15 ml ആണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ഇത്രയാണ് ആവശ്യം. ഇനി നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരു തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ 3 പ്രാവശ്യം ഞാൻ ഇതൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് കേക്ക് ട്രേ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം മൈദ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എക്സസ് വരുന്നത് തട്ടിക്കളഞ്ഞാൽ മാത്രം മതിയാകും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് നമ്മളൊരു 30 സെക്കൻഡിലേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് സമയം ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഹൈ സ്പീഡിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ മുട്ട ഇതുപോലെ പതഞ്ഞ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 15 സെക്കൻഡ് നേരത്തേക്കാണ് ഞാനിന്ന് ബീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസും എല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 15 സെക്കൻഡ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒറ്റ ട്രിപ്പായിട്ട് ചേർക്കുന്നില്ല, 2 സെക്ഷനായിട്ടാണ് ചേർക്കുന്നത്. ആദ്യത്തെ ഹാഫ് ചേർത്ത് കൊടുക്കുന്നത് ഷൂട്ടായില്ല, ക്യാമറ ഓഫായി പോയതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഹാഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഓവർ ബീറ്റ് ചെയ്യേണ്ട, നമ്മുടെ മിക്സി ഒരുപാട് ചൂടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തേത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള സൺഫ്ലവർ ഓയിലുകൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇത് ജസ്റ്റ് ലോ സ്പീഡിലിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നന്നായിട്ടൊരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ചൂടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ മുട്ടയുടെ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു തിരികെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കേക്ക് ട്രേ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫോൾഡ് ചെയ്യരുത്, ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്, കാരണം വേഗം കട്ട കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം 3 തവണയായിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അവസാനത്തെ പോർഷനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഫോൾഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോഫിയുടെ മിക്സ് ചേർക്കണം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവറും തരും, നല്ല കളറും കിട്ടും നമ്മുടെ കേക്കിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓവറായിട്ട് ഫോൾഡായി പോകരുത്, എന്നാൽ കട്ടകളൊട്ട് കാണുകയും ചെയ്യരുത്. അപ്പം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ബാറ്ററിൻ്റെ പരുവം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പം 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബാറ്ററൊക്കെ നമ്മുടെ ട്രേയിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ടല്ല, ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ്. അപ്പോൾ ഇത് ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ട്രേ ഒക്കെ വെച്ച് കൊടുത്ത ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് മുകളിലൊരു വെയിറ്റും കൂടെ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന നേരം കൊണ്ട് നമുക്ക് നോസിലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തീർന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവർ മാത്രം മതി. അതിൽ നിന്നും ഇതുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഡിസൈൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഈ രീതിയിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ നോസിലിൻ്റെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത്, അതായത് വലിയ നോസിലാണ് വേണ്ടതെങ്കിൽ അത് ആ രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയൊരു രീതിയിലാണ് ഞാൻ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പോർഷനൊക്കെ നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ്സ് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നോസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ നോസിലും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ചെറിയ നോസിലാണല്ലോ, അപ്പോൾ വലിയ നോസിലും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയ നോസിൽ റെഡിയാക്കിയതുപോലെ തന്നെയാണ് ഞാൻ ഈ വലിയ നോസിലും നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആ തീർന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് നേരമാണ് എനിക്കിത് ബേക്കായി കിട്ടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതൊന്ന് കുത്തി നോക്കാം. ഒരു 30 മിനിറ്റ് നേരം കഴിയുമ്പോൾ നിങ്ങൾക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 45 മിനിറ്റ് നേരമാണ് ഇത് ടോട്ടലി എടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും അതിൽ ബാറ്റർ ഒന്നുമില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഇതിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സൈഡ്സൊക്കെ ഇതുപോലെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇളക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് അണ്ണീവനായിട്ട് ഇരിപ്പുണ്ടായിരിക്കും പോർഷൻസ്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കോഫിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല കളറിൽ കേക്ക് കിട്ടുന്നത്. ഇനി നമ്മളിത് നൂല് യൂസ് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കത്തി യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ മാർക്കിലൂടെയാണ് നമ്മൾ പിന്നീട് നൂല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കത്തി യൂസ് ചെയ്ത് നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ മാർക്കിലൂടെ നമ്മൾ ഇതുപോലൊരു നൂല് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം നൂല് ആ മാർക്കിങ്ങിലൂടെ വെച്ച് കൊടുത്ത ശേഷം പരസ്പരം ഒന്ന് ക്രോസ് ചെയ്യണം. അതായത് ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത് റൈറ്റ് ഹാൻഡിലേക്കും അതുപോലെ തിരിച്ചും പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. അപ്പം നന്നായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് മുറിഞ്ഞ് കിട്ടും. ഇപ്പം നമ്മുടെ കേക്ക് ഇതുപോലെ ആദ്യത്തെ ലെയർ നന്നായിട്ട് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് അടുത്ത 2 ലെയറും മുറിച്ചെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ 3ാമത്തെ ലെയർ ഇതാണ് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലുത്ത് വന്നാൽ മാത്രം മതിയാകും. ഒരു 2-3 മിനിറ്റ് നേരം നല്ല ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ പാക്കാണ്. ഞാനിവിടെ 2 പാക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ 125 ഗ്രാം മിൽക്കാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നെങ്കിൽ പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അതേ എമൗണ്ട് എടുത്തിട്ടില്ല, അതിൽ നിന്നും കുറച്ചും കൂടെ കുറവാണ് എടുത്തിരിക്കുന്നത്. ഒരു 110 ml മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് തണുത്ത പാലാണ്. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും കാണരുത് നമ്മുടെ പാലിൽ. അതുപോലെ നന്നായിട്ട് തണുത്ത പാലും ആയിരിക്കണം.
ഇനി നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്ന മിക്സിയുടെ ജാറും ഒരു 4-5 മണിക്കൂർ നേരം നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം പൗഡർ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം പൗഡർ എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നന്നായിട്ട് തണുത്ത പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ലോ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വരുന്ന നേരം നമുക്ക് മനസ്സിലാകും നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് വെറുതെ കിടന്ന് കറങ്ങുന്ന പോലൊരു ഫീലാണ് നമുക്കപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ രീതിയിലൊരു സൗണ്ടാണ് നമുക്ക് അപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു എന്ന്. നല്ല അടിപൊളിയായിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ലെയറിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുവരെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഓരോ ലെയറിലായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ കേക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടല്ലേ ഇരിക്കുന്നത്. അത് ഇതിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നന്നായിട്ട് കുതിർന്നിങ്ങനെ ഇരിക്കും. അപ്പം നല്ല രീതിയിൽ എല്ലാ ലെയറിലും ഇതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ലെയറിലും ഇതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ടേൺ ടേബിൾ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ നമ്മളുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഇടിയലില്ലേ, അതാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു പ്ലേറ്റ് കമത്തി വെക്കുകയാണ്. നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ സേഫാണ്. ഇനി ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യത്തെ ലെയർ വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ലെയറിലേക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചെറിയോ ചോക്ലേറ്റോ ഒക്കെ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ക്രീം മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ കേക്കും നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കുറച്ച് നേരം നിങ്ങൾ ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ചാൽ മാത്രം മതിയാകും. അപ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയറിൽ നന്നായിട്ട് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ സൈഡ്സും ഒക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. എനിക്കിത് ചെറുതായിട്ടൊന്ന് ലൂസായി തോന്നിയപ്പം കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ലെവൽ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ഒരു പഴയ ATM കാർഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇതൊന്ന് ലെവൽ ചെയ്യാനായിട്ട്. അപ്പോൾ എക്സസ് ആയിട്ട് ആ കാർഡിൽ വരുന്ന ക്രീം നമുക്ക് ഒരു തുണിയിലോട്ടോ വല്ലതും ഒന്ന് തൂത്ത് മാറ്റാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത്. സൈഡ്സും ഒക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എനിക്കിപ്പം ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ സൈഡ്സിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡ്സിൽ നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഫിനിഷിംഗ് ഒന്നും വേണമെന്നില്ല നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. മാത്രമല്ല നമ്മൾ വീട്ടിലെ ആവശ്യത്തിനേക്കല്ലേ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വലിയ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സൈഡ്സിലും ചോക്ലേറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പൈപ്പിംഗ് ബാഗിന് പകരം ഞാൻ ഇതുപോലെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സിപ്ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇതാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന തരം കവറാണല്ലോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് വലുതായിട്ട് കട്ട് ചെയ്യരുത്. നമ്മുടെ നോസിൽ അതിൽ ടൈറ്റായിട്ട് ഇരിക്കണം. ആ ഒരു പരുവത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ നോസിൽ ഫിറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഡിസൈനിങ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറീസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറീസും കൂടെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്.
ഇപ്പം നമ്മൾ ചെറി എല്ലാം അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ കാണാനായിട്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ഞാനൊന്ന് പീൽ ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലും കൂടെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫൈനലായിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പൈപ്പിംഗ് ബാഗോ ഒന്നുമില്ലാതെ, നോസിലോ ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.